ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ബീൻ 2 years ഗൈസ്. അതെ, 2 വർഷമായി. ഞാൻ ഇപ്പോൾ പറയാം പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മനസ്സിലായി ഇതിനൊരു പെർഫെക്റ്റ് ടൈമൊന്നും ഇല്ല അങ്ങോട്ട് പറയുന്നത്. സോ എൻ്റെ ഡെലിവറി പാലക്കാട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട് പാലക്കാട്. അങ്ങനെ എനിക്ക് ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവംബർ ആ ഒരു ഫസ്റ്റ് വീക്കാണ്, നവംബർ 5, 6 അങ്ങനെ ഒരു ഡേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നവംബറിന് മുന്നേ, അതിന് മുന്നേ ഒരു മാസം മുന്നേ തന്നെ എനിക്ക് ഉറക്കത്തിൽ ഒരു 5 മണി ഉണ്ടാവും. രാവിലെ പുലർച്ചെ 5 മണിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോന്ന് ഒരു ലിക്വിഡ് വെള്ളം പോലെ എന്തോ എനിക്കിങ്ങനെ പോകുന്ന പോലെ തോന്നി കുറച്ച്. അപ്പം എനിക്ക് ഉറക്കത്തിലായതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല ഇത് വാട്ടർ ബ്രേക്ക് വെള്ളം പോയതാണോ പൊട്ടിയതാണോ അതോ ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണോ യൂറിനാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും ഭയങ്കര ടെൻഷനായി. കാരണം ഇനി ഒരു മാസം ഉണ്ട് എൻ്റെ ഡെലിവറിക്ക്, പെട്ടെന്ന് തന്നെ എങ്ങനെ വാട്ടർ ബ്രോക്ക് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് ശരി നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അമ്മ ബാഗും തുണിയും സാധനങ്ങളും എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചില്ല, സാധനം എല്ലാം കെട്ടിപ്പെറുക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് PV ചെയ്യാൻ വേണ്ടി ഡോക്ടർ വന്നിട്ടില്ല. അങ്ങനെ ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഡോക്ടർ വന്ന ശേഷം PV ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്തു. ആൻഡ് പിന്നെ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇല്ല ഇതൊന്നും വാട്ടർ ബ്രോക്കൊന്നും ആയിട്ടില്ല, വെള്ളമൊന്നും പൊട്ടിയിട്ടില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്ത് അങ്ങനെ തോന്നിയതാവും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒന്നും കൂടെ നന്നായി ചെക്ക് ചെയ്തു. ലാസ്റ്റ് മന്ത് എനിക്ക് ആ ഡേറ്റ് എടുക്കെടുക്കുക എനിക്ക് വയറൊക്കെ ഭയങ്കര വീർത്തിട്ട് എന്തൊക്കെയോ വലിയ വലിയ കല്ലൊക്കെ കൊണ്ട് ഉള്ളിൽ കയറ്റിയിട്ട് നമുക്കൊന്നും കിടക്കാനോ തിരിഞ്ഞെണീക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഇപ്പോൾ ഷെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ലാസ്റ്റ് കമ്മിക്ക് എനിക്ക് തീരെ വയ്യ എണീക്കാനും നടക്കാനും തിരിഞ്ഞ് കിടക്കാൻ. എനിക്ക് ഒരു സൈഡ് നിങ്ങളുടെ സൈഡിൽ കിടക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെയിൻഫുൾ ആയി തോന്നിയത് എനിക്ക് വയറിൻ്റെ അവിടെ. അങ്ങനെ ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, വാക്കിംഗ്. ഭയങ്കരമായിട്ട് നടന്നു. ഈ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യും കേട്ടോ. എനിക്ക് ഇപ്പോൾ ഉച്ച സമയമാണ്, കുട്ടീനെ ഉറക്കിയിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ. പക്ഷേ ഈ സൗണ്ട് കാരണം അത് എനിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇഗ്നോർ ഇറ്റ്. അങ്ങനെ ഞാൻ ആകെ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നന്നായിട്ട് നടക്കും. ലാസ്റ്റൊക്കെ നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തുടങ്ങി. നടക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു നടത്തം ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും രാജ്യങ്ങളിൽ എത്തിയില്ല. അത്രയ്ക്ക് നടന്നിട്ടുണ്ട്. ഈവനിങ് വാക്കിന് പോകുന്നത് എവിടേക്കോ പോകട്ടോ. നടക്കാൻ പോയി റോഡിലൊക്കെ എവിടേക്കോ പോകും. ഞാനിങ്ങനെ ഇരുന്നിട്ട് വീട് തുടയ്ക്കുക അല്ലെങ്കിൽ കിടന്നിട്ട് ഇത് ചെയ്യുക അങ്ങനെയുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് നോർമൽ ഡെലിവറിയാണ് ഉണ്ടായത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു മിത്തായിരിക്കും ചിലപ്പോൾ. ഇരുന്നിട്ട് തറ തുടയ്ക്കുക, അടിച്ച് അത് നല്ല കാര്യമാണ്, എക്സസൈസാണ് ബോഡിക്ക്. പക്ഷെ അത് മാത്രം നമുക്ക് നോർമൽ ഡെലിവറി ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ആ സിറ്റുവേഷൻ മാറ്റേഴ്സ്, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് അതനുസരിച്ചിട്ട് നോർമൽ ആണോ C-section ആണോ അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നവംബർ 5th ആണ് എനിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു വീക്ക് വരെയും എനിക്ക് യാതൊരു സിംറ്റംസും ഇല്ല, പെയിനും ഇല്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് വീക്ക്, അതായത് നവംബർ 5th അന്ന് വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു രാവിലെ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ പേടിച്ച് വിറച്ചിട്ട് വീട്ടിൽ പോവാണ്. കാരണം പെയിൻ വരാതെ അഡ്മിറ്റ് ആവാൻ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അമ്മയെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പെയിൻ വരാതെ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പെയിൻ വന്നിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് കഴിഞ്ഞ് നൈറ്റ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഞാൻ റൗണ്ട് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു പെയിൻ തോന്നി. ഒരു 8:30 സമയത്ത് തന്നെ വൈകുന്നേരം എനിക്ക് നല്ലൊരു പെയിൻ എൻ്റെ വയറിൻ്റെ ലെഫ്റ്റ് സൈഡ്, എൻ്റെ വയറിൻ്റെ ലെഫ്റ്റ് ഈ ഭാഗത്തായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ ഫീൽ ചെയ്തു. അതായത് പീരീഡ്സിൻ്റെ പെയിൻ ഒന്നുമല്ല, എനിക്ക് ഉള്ളിൽ എന്തോ ഭയങ്കര ഒരു വേദന. ഈ ഭാഗത്ത് നമുക്കിങ്ങനെ വേദന വരില്ല, അതുപോലെ ഭയങ്കരമായിട്ടൊരു വേദന വന്നു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് നടന്ന് ഗേറ്റിന് അവിടെ പോയി പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കുറേ വേദന സഹിക്കാൻ പറ്റാതെ. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. അതായത് ഭയങ്കര വേദനയൊന്നുമല്ല, സഹിക്കാവുന്ന വേദന ഉള്ളൂ. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഒരു 10-15 മിനിറ്റ് വരെ എനിക്ക് ആ പെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 15 മിനിറ്റ്സിന് ശേഷം എനിക്ക് ആ ഒരു പെയിൻ ഇല്ലാതായിട്ടോ, പോയി. പിന്നെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ അത് ചിലപ്പോൾ നോർമൽ വേറെ എന്തെങ്കിലും പെയിൻ ആയിരിക്കാം, ഡ്യൂ ഡേറ്റ് അടുത്താവാറായല്ലോ, വേറെ എന്തെങ്കിലും ആവാൻ വിചാരിച്ചു ഞാൻ മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഞാൻ എല്ലാം കഴിഞ്ഞു, ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് അപ്പോഴാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആയി കിടക്കണം. പിന്നെ ഫ്രഷ് ആയി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, നൈറ്റിയാണ് കേട്ടോ, അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട്, നൈറ്റിയാണ് അല്ല വേറെ ഏതോ ഡ്രസ്സാണ് തോന്നുന്നു, അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു 11 o'clock ആയി ഞാൻ കിടക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ മുകളിലേക്ക് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആള് മുകളിലേക്ക് പോയി, മുകളിൽ റൂമുണ്ട് അവിടെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 11 മണി ഉണ്ടാവും കറക്റ്റ് ടൈം. കറക്റ്റായിട്ട് എനിക്ക് എന്തോ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തോന്നി. എന്തോ ഉള്ളിലെന്തോ ഒരു ബലൂണ് അങ്ങനെ വീഴ്ത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സൂചി ഇട്ടിട്ടൊപ്പം ഇങ്ങനെ ഒരു ഫീൽ ചെയ്യില്ല, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. വാട്ടർ ബ്രേക്ക് ആവും, എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. നോക്കുമ്പോൾ ഉണ്ട് ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് വെള്ളം അങ്ങനെ താഴെ വരിക, നമ്മുടെ ആ ഒരു ഓപ്പണിങ് കൂടെ ലീക്ക് ആവുക. ഇങ്ങനെ വെള്ളം നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വെള്ളം വരിക. അപ്പം ഞാൻ
എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ നന്നായി കണ്ടു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിയാം വാട്ടർ ബ്ലോക്ക് ആയി എന്നുള്ളത്. ഞാൻ വേഗം കാര്യം എല്ലാവരെയും അറിയിച്ചു, വീട്ടിലെല്ലാവരും അറിയിച്ചു, അങ്ങനെ കാണിക്കുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കൊക്കെ. അപ്പോൾ അവർ ഓക്കെ വാട്ടർ ബ്ലോക്ക് ആയി എന്ന് പറഞ്ഞിട്ട് വേഗം തിങ്സ് ഞങ്ങൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ളത് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഹോസ്പിറ്റൽ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അതൊക്കെ എടുത്തു റെഡിയാക്കി. പിന്നെ വണ്ടി റെഡി ആയിരുന്നു. അങ്ങനെ എല്ലാവരും പാക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ്സിനകം തന്നെ എല്ലാവരും വേഗം ഇറങ്ങി എന്നെ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെലിവറിക്കായിട്ട് പോകണം. ഞാൻ ചിരിച്ച് കളിച്ച് കൂളായിട്ട് പോകണം, കാരണം എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവരും എന്നെ കണ്ടിട്ട് ഇവളെന്താ കൂളായിട്ടിരിക്കണം. നമുക്ക് ആ സമയത്തൊന്നും അറിയില്ല, പെയിന് സ്റ്റാർട്ട് ചെയ്യണം മുന്നേ വരെ ഓക്കെ കൂളായിട്ട്. എനിക്ക് പേടിയൊന്നുമില്ല, കാരണം ഞാൻ എന്ത് വന്നാലും ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു മൈൻഡ് സെറ്റ് നല്ല ഉറപ്പിച്ച്. എനിക്ക് ഡെലിവറി പ്രസവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ്. മരണം എന്ന് പറയുന്ന പോലെ തന്നെ പ്രസവം. ഈ രണ്ടും എനിക്ക് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ കൂടും, ഭയങ്കര പേടിയുള്ള ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അവർ നമ്മളെ കിടക്കാൻ പറഞ്ഞിട്ട് സിസ്റ്റേഴ്സ് വന്നു. രാത്രി ടൈമാണല്ലോ, ഡോക്ടറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഡോക്ടറൊക്കെ അവർ വിളിച്ച് ഇങ്ങനെ അറിയിച്ചു. അങ്ങനെ PV ചെക്ക് ചെയ്യാൻ പറഞ്ഞു. PV അല്ല, എന്നിട്ട് വാട്ടർ ബ്ലോക്ക് ആയി എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ കിടക്കാൻ പറഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. ഓപ്പണിങ് അങ്ങനെ വലുതായിട്ടില്ലല്ലോ, അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരുന്നില്ല. ഞാൻ ആ PVക്കും ഞാൻ എന്നെ ഭയങ്കരമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ PV എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ്, പോയ പ്രാവശ്യത്തെ അത്ര ബുദ്ധിമുട്ട് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കിയില്ല. വേദന കൊണ്ടൊന്നും കാം ഡൗൺ ആയിട്ട് ഇരുന്നപ്പോൾ കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് സിസ്റ്റർ പറഞ്ഞു വാട്ടർ ഒന്നും ബ്ലോക്ക് ആയിട്ടില്ലല്ലോ. അതാണ് കോമഡി കേട്ടോ ഇവിടെ. എനിക്കറിയാം വെള്ളം ഇതായിട്ട് വാട്ടർ ബ്ലോക്ക് ആയി ഒക്കെ ഞാൻ കണ്ടിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവർ പറഞ്ഞു ഇങ്ങനെ നല്ല വാട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം, അതായത് അൺകൺട്രോളബിൾ ആയിട്ട് ഫ്ലോ ആയിട്ടാണ് ഒഴുകി പോകുക, അല്ലാതെ ഇങ്ങനെ ഇതെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഉറപ്പാണ് എനിക്ക് വാട്ടർ ബ്ലോക്ക് ആയി, എനിക്ക് ഉറപ്പാണ്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നേഴ്സ് വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറേ കോമഡി ഒക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ അത് എന്താ സംഭവം ചോദിച്ചു സിസ്റ്ററോട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അത് ചിലപ്പോൾ വാട്ടർ ബ്ലോക്ക് ആവണതിന് മുന്നേ ഒരു ലിക്വിഡ് ചിലപ്പോൾ വന്നതായിരിക്കും എന്നൊക്കെ. പക്ഷേ എനിക്ക് ഉറപ്പാണ് വാട്ടർ ബ്ലോക്ക് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ചായിട്ടാണല്ലോ ആദ്യം വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഉള്ളിൽ പാഡ് വെച്ചിട്ടില്ല, തുണി കട്ടിയായിട്ട് തുണി മടക്കിയിട്ട് നല്ല വണ്ണത്തിൽ ഞാൻ വെച്ചിട്ടാണ് പോയിരിക്കണേ. അപ്പോൾ കുറച്ചായിട്ട് വാട്ടർ ഈ വെള്ളം ലീക്കാവുമ്പോൾ അതിൽ ചിലപ്പോൾ ഇങ്ങനെ അബ്സോർബ് ആയിട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർക്ക്, എനിക്കറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് സിസ്റ്റേഴ്സിന് മനസ്സിലാവാത്തത്. സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പോയി. അതിനുശേഷം വേറൊരു സിസ്റ്റർ വന്നു. നമുക്ക് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഇട്ടു. ഇവിടെ മറ്റേ സാധനമില്ല, നീഡിലൊക്കെ ആക്കി വെച്ചിട്ട് ആൻറ്റിബയോട്ടിക് ആദ്യം അങ്ങനെ ഒരു സാധനം അവർ തരും. കാരണം വാട്ടർ ബ്രേക്ക് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ആ വെള്ളത്തിനുള്ളിൽ ഇരിക്കുന്നവരെയാണ് അവർ ഭയങ്കര സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി അവർ ഇഞ്ചക്ഷൻസും പിന്നെ വേറെ എന്തോ ഒന്നും കൂടെ തന്നു. അതൊക്കെ തന്നിട്ട് പിന്നെ നമ്മുടെ വയറിൽ അങ്ങനെ ഒരു ബെൽറ്റ് പോലെ ഒരു സാധനം കിട്ടും. അതിന് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ ആകുമ്പോൾ നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റാണ് നോക്കും. അതിനുശേഷം എന്നെ എണീറ്റ് വരാൻ പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും യൂറിൻ ടെസ്റ്റ് ചെയ്യാനും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനം ഞാൻ സാമ്പിൾ ആക്കി കയ്യിൽ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി. അതിനൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള 2 സിസ്റ്റർമാർ റൂമിലേക്ക് കയറി വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് എൻ്റെ വാട്ടർ ബ്ലോക്ക് ആയിട്ട് എല്ലാവരുടെയും ആ താഴെ മുഴുവനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സിസ്റ്റർ കണ്ടിട്ട് ശരിയാണല്ലേ വാട്ടർ ബ്ലോക്ക് ആയില്ലേ എന്ന്. അപ്പോൾ ഈ മറ്റേ സിസ്റ്റർ പറയുക ആ കുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ബ്ലോക്ക് ആയിരുന്നു. അപ്പോഴാണ് അവർക്ക് വിശ്വാസമായിരുന്നു വാട്ടർ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ എന്ത് സിസ്റ്റർമാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല സിസ്റ്റർമാർ, അങ്ങനെ വലിയ മോശം പറയാനൊന്നുമില്ല, നല്ല സിസ്റ്റർമാർ തന്നെയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഹാർഷായിട്ടൊന്നും എൻ്റെ അടുത്ത് പെരുമാറിയില്ല, നല്ല ഇതായിരുന്നു. പക്ഷെ അവർ അങ്ങനെ പറഞ്ഞു, അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ. അതിനുശേഷം അവർ അവിടെ നിന്ന് തന്നെ എനിക്ക് 2 മരുന്ന് തന്നു, 2 ടാബ്ലറ്റ് തന്നു കഴിക്കാൻ പറഞ്ഞിട്ട്. കുറച്ച് വെള്ളമേ തന്നുള്ളൂ. പോയിട്ട് ജനറൽ വാർഡിലാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നിയാൽ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതായത് പെയിൻ വരാൻ വേണ്ടിയിട്ടാണ് അവർ മെഡിസിൻ തന്നത്. എന്നിട്ട് അവിടെ പോയ ശേഷം കുറച്ചേരം ഇരിക്കുമ്പോഴേക്കും വേറൊരു സിസ്റ്റർ ആ വാർഡിലേക്ക് തന്നെ കയറി വന്നിട്ട് അവർ എണ്ണ തന്നു. അതെന്തെണ്ണയാണ്? തിക്കായിട്ടുള്ള എണ്ണയാണ്, നല്ലെണ്ണയാണോ പൊട്ടെണ്ണയാണോ എന്തോ ഒരു എണ്ണ കേട്ടോ. നമുക്ക് വേറെ വഴിയില്ല, സിസ്റ്റർ നമ്മളെ കുടിക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് കുടിച്ചേ പറ്റുള്ളൂ, നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ സാധനം വാങ്ങി കുടിച്ചു കേട്ടോ. അത് വയറിളകി പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഞാൻ ഈ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വയറിളകാൻ വേണ്ടിയിട്ടുള്ള എണ്ണല്ലേ അതാണ്. ഇടയ്ക്ക് വന്നിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരുമായിരുന്നു, ചെക്ക് ചെയ്ത് പോയായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് മെല്ലെ കുറേ നേരം ഒന്നും തോന്നിയില്ല കേട്ടോ. അതിനുശേഷം എനിക്ക് മെല്ലെ പെയിൻ സ്റ്റാർട്ടായി. പെയിൻ സ്റ്റാർട്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ പീരീഡ്സ് ക്രാമ്പിൽ, പീരീഡ്സിന് നമുക്ക് വയറ് വേദനിക്കുന്നതിൽ കുറച്ച് ഹൈ ലെവൽ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹൈ ലെവൽ പീരീഡ്സ് വേദന. അപ്പം തന്നെ സ്റ്റാർട്ടിങ് ആണ്. അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് പീരീഡ്സിൻ്റെ വേദന. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ സ്റ്റാർട്ടിങ് തന്നെ
ഇത്രയും പീരീഡ്സിന്റെ ഭയങ്കരമായ വേദന പോലെ അടിവയറ്റിൽ തോന്നണമെങ്കിൽ എക്സ്ട്രീം ലെവലൊക്കെ എത്തുമ്പോഴേക്കും എനിക്കറിയില്ല, ഞാൻ നിലവിളിച്ച് പണ്ടാടങ്ങുമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഹസ്ബൻഡും എല്ലാവരും ഉണ്ട് ചുറ്റും, അച്ഛനുണ്ട്, അമ്മ, വലിയമ്മ, വലിയ എല്ലാവരും അപ്പുറത്തിപ്പുറത്തായിട്ട് വെളിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വന്നൊന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങടും സംസാരിക്കുന്നുണ്ട്. ഏട്ടൻ്റെ അടുത്ത് പെയിൻ വരുമ്പോൾ മാത്രം സൈലന്റ് ആയിരിക്കും, വീണ്ടും സംസാരിക്കും. അങ്ങനെ മണിക്കൂർ ഇങ്ങനെ കടന്നു പോയി 11 മണി, 12, 1, 2 അതൊക്കെ അങ്ങനെ ടൈം ആവാതെ എനിക്ക് പെയിൻ കൂടി വരാൻ തുടങ്ങി. കോൺട്രാക്ഷൻസ് ഇങ്ങനെ മുറുക്കി പിടിക്കാം, ലൂസ് ആവുക, പിന്നെ കുറച്ച് നേരം ഒന്നും ഉണ്ടാവില്ല, വീണ്ടും മുറുക്കി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കാം. നമ്മുടെ അടിവയർ ഇങ്ങനെ മുറുക്കി ടൈറ്റ് ആവുക, കുറച്ച് നേരമൊക്കെ റിലാക്സ് ആവുക. എന്നിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. അമ്മ എനിക്ക് നേരത്തെ പറഞ്ഞിട്ട് നന്നായി നടക്കണം, നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഓപ്പണായി വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ പെയിൻ കൊണ്ട് തന്നെ നടന്നു കേട്ടോ, കുറേ നടന്നു. ഇവിടെ അങ്ങോട്ട് പോയി, അവിടെ ഇങ്ങോട്ട് വന്നു. പക്ഷെ എല്ലാവരും അവിടെ വേദന ഉള്ള 1-2 പേര് അവിടെ ഇങ്ങനെ കിടക്കുക. പക്ഷെ അവർക്കൊന്നും വലിയ ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല. പക്ഷെ എണീറ്റ് നടക്കണം എന്ന് പറയുന്നത് കറക്റ്റാണ്, പക്ഷെ അത് നടക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നടക്കുന്നതായിരുന്നു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. അവിടെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാണാണ്, എനിക്ക് വേദന കൂടുന്ന പോലെ തോന്നിയത്. ഞാൻ എണീറ്റിട്ട് പെയിൻ വരുമ്പോൾ ഏതെങ്കിലും കമ്പിയിലോ എന്തിലേലും പിടിച്ചിങ്ങനെ നിൽക്കും, പിന്നെ എല്ലാം അങ്ങോട്ട് മൂവ് ആവും. ഏട്ടനടുത്ത് സംസാരിക്കും, ഏട്ടൻ എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ ഹസ്ബൻഡ് ഒന്നുമില്ല, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയേണ്ട ആള് ഞാനും ഒക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആ മൈൻഡ് മാറ്റാനായിട്ട് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ, വേറെ എന്തൊക്കെയോ കഥകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാരണം ഈ പെയിന് മറക്കാൻ വേണ്ടി. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു, അതായത് അവരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി റൂമിൻ്റെ ഉള്ളിലേക്ക് വരാൻ. പക്ഷെ ഞാൻ പോയതില്ല കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ പോയില്ല. ഞാനിങ്ങനെ മാക്സിമം ഈ പെയിൻ കൂടി വരുന്നോറും ഞാൻ അവിടെ തന്നെ കിടന്നതായി. അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ, പെയിൻ എന്ന് പറഞ്ഞാൽ അമ്മ അതിൽ പെയിൻ ഞാൻ അനുഭവിച്ചിട്ട് 5 മണി വരെ ഞാൻ പിടിച്ചു നിന്നു. 5 മണി, കാരണം ഡോക്ടർ വരാൻ രാവിലെ 6 മണി കഴിയും. 6 മണിയാകുമ്പോഴേ ഡോക്ടർ വരുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി. പക്ഷെ എനിക്ക് അതുവരെ ഞാൻ ഡോക്ടർ വരുന്നവരെങ്കിലും ഞാൻ സഹിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. അങ്ങനെ 5 മണി വരെ ഞാൻ സഹിച്ചു പെയിനിന്റെ അങ്ങേറ്റം എത്തി നിൽക്കണം കേട്ടോ. എനിക്ക് പറ്റില്ല എന്ന ലെവലിലേക്ക് എത്തി നിൽക്കാൻ, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ലെവലിലായി ഞാൻ. പക്ഷെ ഞാൻ ഒരു സൗണ്ടും അതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഐ കൺട്രോൾഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. ബ്രീത്തിങ് ടെക്നിക്സ് വീഡിയോ നോക്കി വെച്ചിട്ട് അതൊക്കെ ഞാൻ ഫോളോ ചെയ്തു. എൻ്റെ ചെയ്ത് ഇങ്ങനെ ഇതായി. പിന്നെ എനിക്ക് ആ 5 മണിയൊക്കെ എത്താറുമ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് സഹി കെട്ടു. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇനി 6 മണിക്കല്ലേ ഡോക്ടർ വരുള്ളൂ, അതുവരെ ഒന്ന് നടക്കാൻ നോക്ക് എന്നൊക്കെ ട്രൈ ചെയ്ത്. എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ എണീറ്റ് ഞാൻ തന്നെ വന്നു. ജനറൽ വാർഡിൽ നിന്ന് റൂമിൽ നിന്ന് ഞാൻ അങ്ങോട്ട് നടക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ അച്ഛൻ എന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് നടക്കാൻ ശ്രമിക്കുമോ, കുറച്ചും കൂടെ ഒന്ന് നടന്നിട്ട് ഉള്ളിൽ പോയി. അപ്പം അപ്പം പെയിൻ എനിക്ക് പോയിരിക്കുക കേട്ടോ, അന്ന് പോവല്ലേ. എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നടക്കണ കാലെടുത്ത് വെക്കുമ്പോഴേക്കും പെയിൻ വന്നു. ഈ പെയിനിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കൊരു കാലോ നമ്മുടെ ഒരു കയ്യോ തിരിയാനോ അങ്ങനെ നോക്കാനോ ഒന്നും പറ്റില്ല, കാരണം അങ്ങനെ സ്റ്റക്കാണ് ആ പെയിനിൽ. ആ പെയിൻ അനുഭവിച്ച എല്ലാവർക്കും മനസ്സിലാവും. അത് പീക്ക് ലെവലിൽ എത്തുമ്പോൾ നമുക്കൊന്ന് ഒരു മൂവ്മെന്റ്, ഒരു കാലിങ്ങനെ ചുവടെ എടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് പറ്റില്ല ആ പെയിനിൽ. അപ്പം എനിക്ക് പറ്റില്ല എന്നിട്ട് ഞാൻ എൻ്റെ വലിയമ്മൻ്റെ മേത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചാടി കിടന്നു. എനിക്ക് പറ്റില്ല, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് ആ ഇൻറ്റൻസിറ്റി മനസ്സിലായി. ഓക്കെ, നീ ഉള്ളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, ആ പെയിന് ഒന്ന് പോണ വരെ ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ നിന്നു. പെയിൻ മാറിയ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, ആ ഗ്യാപ്പിൽ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ പെയിൻ മാറിയ ഗ്യാപ്പിൽ വേഗം ചെരുപ്പ് ഊരിയിട്ടിട്ട് ഡെലിവറി വാർഡിനുള്ളിലേക്ക് ഞാൻ ഉള്ളിലേക്ക് വേഗം ഓടി എന്ന് പറയാൻ പറ്റില്ല, വേഗം നടന്നു. കാരണം അത്രയും പെയിൻഫുൾ ആണ്. അടുത്ത കോൺട്രാക്ഷൻ പെയിൻ വരുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. അപ്പോൾ വേഗം ഉള്ളിലേക്ക് കയറി സിസ്റ്ററെ എനിക്ക് പറ്റുന്ന ഉള്ളിലേക്ക് വന്നു എന്ന് പറഞ്ഞത്. സിസ്റ്റർ പറഞ്ഞു ഇത്ര ബുദ്ധിമുട്ടിയിട്ട് എന്തിനാ വിളിക്കുന്നത്, എന്തേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വരാൻ പറഞ്ഞില്ലേ, അവരും കിടക്കൂന്ന് പറഞ്ഞിട്ട് പിടിച്ചവർ കൊണ്ടിട്ട് PV ചെക്ക് ചെയ്യാൻ വേണ്ടി കിടത്തി. സിസ്റ്റർ ചെക്ക് ചെയ്തിട്ട് അവിടെ എന്തൊക്കെയാ പറയുന്നുണ്ട്, 4-5 അവരിങ്ങനെ സെന്റിമീറ്റേഴ്സ് പറയുമല്ലോ ഇത്രയാണ്, 4 to 5 അല്ലല്ല 5 to 6 അങ്ങനെ ആവാറായിട്ട് ഇങ്ങനെ ഉള്ളിൽ കൈവച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും ഓപ്പണിംഗ് ആകുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇനിയും ഉണ്ട് 10 സെന്റിമീറ്റർ വരെ, അതെങ്ങനെ സഹിക്കുക, 5ന്റെ അടുത്ത് ഏകദേശമായി, 4 to 5 അല്ലെങ്കിൽ 5 to 6ന്റെ അടുത്ത് ഏകദേശം ആവാറായി. ഇതന്നെ എനിക്ക് എക്സ്ട്രീം ലെവലാണ്, എനിക്ക് ഇതിന്റെ മുകളിൽ സഹിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഉള്ളിൽ കയറിയത്. നോക്കുമ്പോൾ കറക്റ്റ് മണി 5 എനിക്ക് ഇനി 6 മണി വരെ ഡോക്ടർ വന്ന് എനിക്ക് എപ്പോൾ ഡെലിവറി നടക്കാനാണ്. അപ്പം സിസ്റ്റർ ചോദിച്ചു, സിസ്റ്ററെ ഇനി എത്ര സമയം എടുക്കും, എത്ര സമയം, സിസ്റ്റർ ഒന്നും വേണ്ടിയില്ല, അതാവുള്ളൂ എൻ്റെ സമയം എടുക്കും അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എണീറ്റിട്ട് ഇവിടെ ഡെലിവറി നടക്കുന്ന ഒരു ഇതുണ്ട്, ബെഞ്ചല്ല, ഒരു കട്ടിലെന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവം കിടക്കുന്നത്, അതിൻ്റെ അവിടെ നിന്ന് എണീറ്റിട്ട് ഒരു സ്ക്രീൻ ഇട്ടിട്ടുണ്ടാവും കേട്ടോ, അവിടെയാണ് ഡെലിവറി നടക്കുക. അതിൻ്റെ ആ സ്ക്രീനിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കുറേ ബെഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, 2 സൈഡും ബെഡുകളാണ്. അപ്പം ഇതെല്ലാം ഡെലിവറി വാർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അങ്ങനെ അവിടെ നിറച്ചും ബെഡുകളാണ്. അതിൽ ഏതെങ്കിലും ബെഡിൽ പോയി കിടക്കാം. അവിടെ 1-2 പേര് ഇങ്ങനെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അവരൊന്നും സൗണ്ട് ഒന്നും കാണാനില്ല, അവരിങ്ങനെ ട്രിപ്സ് കയറ്റിയിട്ട് ഇങ്ങനെ സൈലൻ്റായി കിടക്കുന്നുണ്ട്. കാരണം അവർക്ക് എക്സ്ട്രീം ലെവൽ പെയിൻ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
എനിക്കറിയില്ല, ഞാൻ അവിടെ പോയി കിടന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു, നോക്കി. എന്നിട്ട് പെട്ടെന്ന് എന്നിട്ടാണ് ഒരു സിസ്റ്റർ വന്നിട്ട് ഇത് ചെയ്തോ, എനിമ കൊടുത്തോ എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പേഷ്യന്റ് രാവിലെ ഇവര് രാത്രി വന്നതാണ് ഡെലിവറിക്ക്, ഇത്ര നേരമായിട്ട് ഇനിമ കൊടുത്തിട്ടില്ലേ. ഇനിമ പറഞ്ഞാൽ നമ്മുടെ വയറ് ക്ലീൻ ആക്കാം, ടോയ്ലറ്റിലൊക്കെ പോയിട്ട് എല്ലാം ക്ലീൻ ആക്കി കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് എത്ര നേരമായിട്ട് കൊടുക്കാത്തതെന്ന് അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പോയാൽ ഒരു ചെറിയൊരു ബാത്റൂമും ഉണ്ട്, അത് ടോയ്ലറ്റ്. ഇപ്പുറത്തെ ഒരു ചെറിയൊരു കട്ടിൽ ഇട്ടിട്ടുണ്ട്, ആ കട്ടിൽ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞിട്ട് അവര് ഒരു ട്യൂബ് വഴിയാണ് ഇനിമ കൊടുക്കുക. ഇനിമ കൊടുക്കാൻ ഞാൻ കേട്ടിട്ടുള്ളൂ. സംഭവം ഞാൻ അതും പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ പെയിൻഫുൾ സംഭവമൊന്നും അല്ല. ജസ്റ്റ് നമ്മുടെ ബാക്കിലേക്ക് ഒരു മെഡിസിൻ പോലെ ഒരു സൊല്യൂഷൻ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. വേദനയ്ക്കൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് ചെയ്യുക. അത് ചെയ്ത വഴിക്ക് തന്നെ നമുക്ക് വിത്തിൻ സെക്കൻഡ് ടു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വയറ് ടോയ്ലറ്റിൽ പോകാനുള്ള ഫീൽ വരും. അപ്പം തന്നെ കേട്ടോ, അത് ആദ്യ ഉടനെ തന്നെ നമ്മൾ എഴുതി ടോയ്ലറ്റിലേക്ക് ഓടുക ചെയ്യുക. അത്രയും ലേബർ റൂമിലേക്ക് പറഞ്ഞതിന് മുന്നേ ഞാൻ വെളിയിൽ കുറേ നേരം നടന്നില്ലേ, 5 മണി വരെ ഞാൻ വേദന സഹിച്ച് പിടിച്ച് നടന്നില്ലേ. അപ്പം തന്നെ എനിക്ക് വയറിളകി പോകുന്നുണ്ട്. കാരണം അവർ ആ എണ്ണ പോലത്തെ സാധനം കുടിക്കാൻ തന്നില്ലേ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയറിളകിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ടോയ്ലറ്റിലേക്ക് പോയിട്ട് വരുന്നുണ്ട്. പക്ഷേ ടോയ്ലറ്റ് ആണെങ്കിൽ ഒട്ടും വൃത്തിയില്ല കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഒട്ടും വൃത്തിയില്ലാത്ത ടോയ്ലറ്റാണ് അവിടെ ആ വാർഡിൽ, ജനറൽ വാർഡിലൊക്കെ പൊതുവായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. അവിടെ മനുഷ്യൻ പോയിട്ട് അത്രയും വൃത്തികേടായിട്ട് അവർ വെച്ചിരിക്കണം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ആ ഒരു പെയിനും ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മൾ പോകും, വേറെ വഴിയില്ലാതെ പോകും. അങ്ങനെ ഞാൻ അവിടെ ടോയ്ലറ്റിലൊക്കെ പോയി. ഞാൻ പുറമേ എവിടേക്ക് പോയാൽ കൂടെ ടോയ്ലറ്റിൽ പോകാൻ മടിക്കുന്ന ഒരാളാണ് കേട്ടോ, വീട്ടിൽ വന്നിട്ട് പോവുക. അങ്ങനെയുള്ള ഒരാള് ഏത് സ്ഥലവും മടിയില്ലാതെ പോയെങ്കിലും വിചാരിച്ച് നോക്കുക ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ കിടന്നിട്ട് എനിക്ക് ട്രിപ്സ് ഇട്ട വഴിക്ക് എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായി. ആ പെയിനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഞാൻ ഓവർ പെയിനായിട്ട് എൻ്റെ ദൈവമേ ഞാൻ പൊട്ടിത്തെറിച്ചു പോകുന്നു തോന്നി. അത്രയും വേദനയാണ് കേട്ടോ സംഭവം. ഞാൻ ഇത് എക്സാജുറേറ്റ് ചെയ്ത് സീൻ കാണിച്ച് പറയുന്നത് സംഭവം എനിക്ക് അവിടെ സഹിക്കാൻ പറ്റില്ല. ഞാനിവിടെ കിടന്ന് എന്തൊക്കെ കാണിക്കണമെന്ന് എനിക്കറിയില്ല. ബെഡിൽ കിടന്നിട്ട് ഞാൻ ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറയുകയും ചെയ്തു. ദൈവമേ ഒന്നും പറയണ്ട, അത്രയും പെയിൻഫുള്ളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങി. എൻ്റെ അടിവയറിൽ ഇങ്ങനെ അടിവയറ്റിലെ യൂട്രസിനില്ലേ ആരോ പിടിച്ചിങ്ങനെ ചതച്ച് ക്രഷ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അടുത്ത കോൺട്രാക്ഷൻ വരുമ്പോൾ ഈ നിലവിളിക്കാൻ പാടില്ലേ വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നാലും അടുത്ത കോൺട്രാക്ഷൻ വരുമ്പോൾ അതിൽ കുറച്ച് കൂടുതലായിട്ട് സൗണ്ട് വരുള്ളൂ. പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇഞ്ചക്ഷൻ ഇടൂ എന്ന് ഞാൻ പറയാം. പക്ഷേ ഞാൻ C-സെക്ഷൻ ഓപ്പറേഷൻ ചെയ്തെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചിങ്ങനെ വേദന കുറേയിട്ട് ആ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിടൂ. അപ്പോൾ അവർ സിസ്റ്റർ ആണെങ്കിൽ എന്നെ കളിപ്പിച്ചിരിക്കുക ആ സമയത്ത്. ഇതൊക്കെ വേദന എൻ്റെ പീക്ക് ലെവൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു വേദന ഞാൻ വാക്കാൻ പറ്റാത്ത വേദനയൊക്കെ സഹിച്ച് പണ്ട് ആരടങ്ങി ഞാൻ അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നിൽക്കുമ്പോൾ എനിക്ക് മുക്കാനുള്ള ഫീല് വന്നു. ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് അപ്പോഴേ ഫീൽ. പക്ഷെ എനിക്കറിയില്ല ഇത് തലയാണ്, ഇത് ഞാൻ വിചാരിച്ചു അതിന് ഇറങ്ങി വരാനുണ്ട് തോന്നുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഏകദേശം ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫീൽ ചെയ്യും കേട്ടോ, എന്തോന്ന് തല ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ മിനി ഡോക്ടറാണ് കേട്ടോ. മിനി ഡോക്ടർ വന്നിട്ട് ഒന്നും കൂടെ നേരെ കിടക്കുന്നുണ്ട്, കാലിങ്ങനെ ആക്കാൻ പറഞ്ഞിട്ട് PV ചെയ്യാൻ വേണ്ടി ഗ്ലൗസ് ഇട്ട് ഇങ്ങനെ കൈ വെച്ചില്ല, ഉള്ളിക്കൊന്നും വെച്ചില്ല. വെച്ചപ്പോൾ തന്നെ അവർ വേഗം പെട്ടെന്ന് സിസ്റ്റേഴ്സൊക്കെ ഓടി വന്നു. ഡോക്ടർ ഓടിപ്പോയിട്ട് ആ മോളിക്ക് ഇടുന്ന ആ സാധനമില്ലേ ഡെലിവറി ചെയ്യുമ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോഴില്ല, അത് തലയിലുള്ള മാസ്കും ഗ്ലൗസും എല്ലാം ഇട്ടിട്ട് ഡ്രസ്സും എന്തൊക്കെയോ ഇടുന്നു, സംഭവമൊക്കെ കെട്ടുന്നു. സിസ്റ്റേഴ്സൊക്കെ അതുകൊണ്ട് ഓടി വന്ന് എല്ലാവരും 5 മിനിറ്റിനകം എല്ലാവരും പെർഫെക്റ്റ് റെഡിയായി. സംഭവം എന്താ വെച്ചാൽ തല ഇറങ്ങി വരാൻ തുടങ്ങി, സംഭവം തല കാണാൻ തുടങ്ങി. പക്ഷെ അവർ ആയില്ല ചോദിച്ചാൽ അവരിങ്ങോട്ട് പോവുകയും ചെയ്തിരിക്കില്ലേ. എൻ്റെ അടുത്തേക്ക് വേറെ സിസ്റ്റേഴ്സൊക്കെ വന്ന് കയറി നിന്ന് സ്റ്റൂൾ ഇട്ടിട്ട് കയറി നിൽക്കുന്നുണ്ട്. അവർ എൻ്റെ ചുറ്റും സിസ്റ്റേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ എന്തൊക്കെ സാധനങ്ങളും അടിയിൽ മാറ്റാനുള്ള ഷീറ്റും ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഒന്നും കൂടെ സംഭവിച്ചു കേട്ടോ, നമ്മളിങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുകയല്ലേ, മുക്കിയിട്ട് നമുക്ക് മോഷനൊക്കെ കുറച്ച് പോകും കേട്ടോ. എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കുറേ വയറിളക്കി പോയിട്ടുണ്ടാവും, ഇനിമ കൊടുത്തിട്ടും വയറിളക്കിയിട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ ആ പുഷ് ചെയ്യുന്ന സമയത്തില്ലേ കുറച്ചൊക്കെ ഇങ്ങനെ പോകും. എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ആലോചിച്ചിട്ട് അയ്യോ അവരെന്താ വിചാരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ കണ്ടിട്ട് സാരില്ല കേട്ടോ, അത് ക്ലീൻ ചെയ്യാൻ നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വേഗം അടുത്ത ഷീറ്റ് എടുത്ത് മാറ്റി അടക്കം ക്ലീൻ ചെയ്തു. അടുത്ത വേറെ ഷീറ്റൊക്കെ അടിയിൽ വെച്ചു. നമ്മുടെ ഈ ഭാഗത്ത് എവിടെയോ ആയിട്ട് കാലിന് തുടങ്ങിയ എവിടെയാണ് എടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല, ഈ ഭാഗത്ത് എവിടെ ഒരു ഇഞ്ചക്ഷൻ വെക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. എൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു, ഇഞ്ചക്ഷൻ വെക്കുക വിട്ട് ഇതിനപ്പുറം എന്ത് വേദന സഹിക്കാനുള്ളത്. ഞാൻ പറഞ്ഞതന്നെ ഇല്ല കേട്ടോ ഒരു വെച്ച ഇഞ്ചക്ഷൻ ഒന്നും. അങ്ങനെ എന്നെ കാലൊക്കെ കറക്റ്റായിട്ട് അവർ വെക്കാൻ പറഞ്ഞു. ആ സംഭവത്തിന് കാല് വെക്കണ 2 സൈഡിലും ഇങ്ങനെ ഒരു കമ്പി പോലെ 2 സാധനം ഉണ്ടാവും. അതിൽ കാല് നമ്മളിങ്ങനെ ചെരുപ്പ് ഇട്ട് വെക്കണ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെരുപ്പില്ല, നമ്മൾ വാറ ചെരുപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കില്ല, അതുപോലെ 2 കാലും ഇങ്ങനെ വെക്കാൻ പറയും. അതിനുശേഷം പുഷ് ചെയ്തോളാൻ പറയും, മുക്കാൻ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ വയറിനെ നോക്കിയിട്ട് തല പൊക്കിയിട്ട് ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ കിടക്കുമ്പോൾ തല പൊക്കിയിട്ട് വയറിനെ നോക്കിയിട്ട് വേണം നമ്മൾ പുഷ് ചെയ്യാനായിട്ട്, മുക്കാനായിട്ട്. അങ്ങനെയാണ് പറയുക.
അതാണ് മെത്തേഡ് കേട്ടോ സംഭവം. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. എത്ര വേദന ഉണ്ടെങ്കിലും എനിക്ക് ആ പുഷ് ചെയ്യുന്ന സമയത്ത് വലിയ വേദന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പുഷ് ചെയ്യാൻ പറയുന്നു, ഞാൻ അവിടെ കിടന്ന് ആഞ്ഞ് അതേപോലെ പുഷ് ചെയ്തു. ഇതിന് മുന്നേ കുറെ പുഷ് ചെയ്തിട്ട് ഞാൻ മുക്കിയിട്ട് ഇതാക്കിക്കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തല അവിടെ വരെ എത്തിയത്. ലാസ്റ്റ് ഡോക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ വേറെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് പുഷ് ചെയ്യണം. അതുവരെ നമ്മൾ വെറുതെ പുഷ് ചെയ്തുകൊണ്ട് അവിടെ കിടക്കും. അങ്ങനെ പുഷ് ചെയ്ത് മടുത്തിരിക്കുകയല്ല. അപ്പോഴും ഡോക്ടർ വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഇനി മുക്കിക്കോളം പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ശക്തിയും കൂടെ വീണ്ടെടുത്ത് വേദന വരുമ്പോഴേക്കും പുഷ് ചെയ്ത് ഇങ്ങനെ ഇതാക്കി പകുതി വരെ ആയി, സ്റ്റോപ്പായി. ഇനി അടുത്ത പെയിൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും സിസ്റ്റേഴ്സൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ പെയിൻ വരുമ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ ഒരു സിസ്റ്റർ സ്റ്റൂളിൽ കയറി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ആ സിസ്റ്റർ നമ്മൾ ആ പുഷ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ നമ്മുടെ വയറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ തള്ളും, നന്നായി അടിച്ച് പിടിച്ച് തള്ളും. അതൊന്നും വേദനിക്കില്ല കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നീ തന്നെ പുഷ് ചെയ്ത് വെളിയിലേക്ക് എടുക്കണം, നീ തന്നെ ട്രൈ ചെയ്യണം, ഞങ്ങളാരും ട്രൈ ചെയ്തിട്ട് നടക്കില്ല എന്ന് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞതും ഞാൻ എല്ലാ ശക്തിയും വീണ്ടും എടുത്തിട്ട് എന്നോട് പുഷ് ചെയ്യാൻ തുടങ്ങി. അവിടെ പുഷ് ചെയ്തിട്ട് എൻ്റെ പുഷ് ഇവിടെ സ്റ്റോപ്പായി, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാവുന്നതൊക്കെ ഞാൻ വീണ്ടും പുഷ് കഴിയില്ല ഇങ്ങനെ പുഷ് ചെയ്താൽ വീണ്ടും വിട്ടുകൊടുത്തില്ല, വീണ്ടും ഇങ്ങനെ പുഷ് ചെയ്തു. ആ ബ്രീത്ത് ആ ശ്വാസം അങ്ങോട്ട് വിടാതെ ഞാൻ ഒരു കുറച്ച് സെക്കൻഡോളം ഇതാക്കിയപ്പോഴേക്കും ബേബി പുറത്തോട്ട് വന്നു. പക്ഷെ ബേബി പുറത്തോട്ട് വരുമ്പോൾ ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിഞ്ഞില്ല. ആ ഓപ്പണിങ്ങിലൂടെ എങ്ങനെയാ വരിക വേദന എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ ആ ഭാഗത്ത് അവരെന്തെങ്കിലും മരവിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഞാൻ അവിടെ ആ ഭാഗത്ത് അവർ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. മേ ബി അവരെന്തെങ്കിലും വേദനിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തേക്കുണ്ടാവും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ബേബി പുറത്തോട്ട് വന്നു. അവരെടുത്തിട്ട് വേഗം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, എനിക്ക് കാണിച്ചില്ല, വേഗം റാപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്ത്. അതിനൊക്കെ ബാക്കിയുള്ളവർ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും അടിയുള്ള ഷീറ്റ് മാറ്റാനും ഒക്കെ തുടങ്ങി. എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അവിടെ ക്ലീനിങ് ഒക്കെ. ഇതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ വേറെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ ആ ഒരു വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ വേദന സ്റ്റോപ്പ് ആവും, വേറെ ഇനി ഒന്നും ഫീൽ ചെയ്യില്ല. ഈ കുട്ടികൾ പുറത്തേക്ക് അവർ വരുന്നതോടെയാണ് നമ്മുടെ ലാസ്റ്റ് പെയിനും ലാസ്റ്റ് ആ ഒരു എന്താണ് ഇതും ഉണ്ടാവുക, കോൺട്രാക്ഷൻ ഉണ്ടാവുക. അതോടുകൂടിയിട്ട് ഒരു ഫീലിങ്ങോ പുഷിയാണോ ഒന്നും തോന്നില്ല. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ എല്ലാം നോക്കണം. അങ്ങനെ നമ്മൾ അപ്പോഴാണ് 3 മണിക്കൂർ സഹിച്ച ആ ഒരു വേദന അപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പം തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ട് അവിടെ കിടക്കണം കേട്ടോ. ഡോക്ടർ എന്തൊക്കെയാണ് അടുത്ത് സംസാരിക്കുന്നു, ഡോക്ടർ സ്റ്റിച്ച് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ. അപ്പം നമ്മൾ അനങ്ങാതെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവരെന്താണോ പറയുന്നത് അതുപോലെ അങ്ങോട്ട് കോപ്പറേറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അവരിങ്ങനെ വെക്കാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം തന്നെ വേഗം കാര്യങ്ങൾ സ്മൂത്തായിട്ട് കഴിയുന്നത് എനിക്ക് തോന്നുന്നു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല, വേദനയ്ക്കൊന്നും എനിക്ക് ചെയ്തില്ല, എനിക്ക് വേദിച്ചില്ല. ഞാൻ മിണ്ടാതെ അതെ അവർ പറഞ്ഞ പൊസിഷനിൽ അവിടെ അങ്ങനെ കിടന്നു. ഞാൻ എന്ത് ബേബിയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഗേൾ പെൺകുട്ടിയാണ് തോന്നുന്നു, വേറെ സിസ്റ്റർ, ഇവിടെ കുറേ സിസ്റ്റർമാരുണ്ട്. അതുമ്പോഴേക്കും ഡോക്ടർ ഇവിടെ നല്ല ആൺകുട്ടിയാണ് ഞാൻ കണ്ടതാണ്. അപ്പം എനിക്ക് കൺഫ്യൂഷനായി, ഒരു ബോയ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിരുന്നു. ആൻഡ് അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് ബേബീനെ കൊണ്ടുവന്നിട്ട് കാണിച്ചപ്പോൾ ഭയങ്കര എന്താ പറയുക ക്യൂട്ടസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പെൺകുട്ടിക്കും അവരുടെ ജീവിതത്തിൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ വേദനയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കുഞ്ഞു മുഖം കാണുക, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം. ഞാനിപ്പോഴും മറക്കില്ല കേട്ടോ ആ ഒരു ക്യൂട്ട് ഫേസിൽ തന്നെ ഇങ്ങനെ നോക്കിയതും കണ്ണിങ്ങനെ ഇങ്ങനെ തിരുമിയിട്ട് ഇങ്ങനെ ആ ലൈറ്റ് ട്യൂബ് ലൈറ്റിനെ വിളിച്ച് അവരുടെ കണ്ണിക്ക് തട്ടിയിട്ടാണ് തോന്നും. അങ്ങനെ തിരുമിയിട്ട് ഇതാക്കിയത് ഇങ്ങനെ നോക്കണമൊക്കെ ഞാൻ എപ്പോഴും മറക്കില്ല. ഏതോ ഒരു എപ്പോഴും ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു കണ്ണ് നിറയുന്ന ഒരു സാഡ് ആവുന്ന ഒരു, എന്തുകൊണ്ടാണ് സാഡ് ആവുന്ന അറിയില്ല, പക്ഷെ എനിക്ക് ആ കുഞ്ഞിലെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് ആണ് എപ്പോഴും ഉള്ളിൽ. അങ്ങനെ വെളിയിൽ അവർ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കാണിക്കാൻ കൊണ്ടുപോയി. അപ്പുറത്തെ റൂമുണ്ട്, അവിടേക്ക് അവർ പോയിട്ട് കിടക്കാൻ പറഞ്ഞു. ഞാൻ മെല്ലെ പോയിട്ട് പിടിച്ച് എന്നെ കൊണ്ടുപോയി അവിടെ കിടത്തി. അവിടെ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞിട്ട് എന്നൊരു പെൺകുട്ടിയും കിടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പെൺകുട്ടിയാണ് തോന്നുന്നു. കിടന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ തരിപ്പ് ഒരു 10-15 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ, നമുക്കൊരു വേദന ഇല്ലാതിരിക്കുക. അതിനുശേഷം എല്ലാ പെയിൻ വരാൻ തുടങ്ങും. പിന്നെ ഷിഫ്റ്റ് മാറി രാവിലെ ആയാലോ, അങ്ങനെ കുറേ നേരമായിട്ടോ. പിന്നെ സിസ്റ്റർമാരൊക്കെ മാറി ഇവരൊക്കെ പോയി. അങ്ങനെ വേറൊരു സിസ്റ്റർ വന്നു. എന്നിട്ട് അവർ ഞങ്ങളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നി, കാരണം നമുക്ക് വേദന വരാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഓരോ പാക്കറ്റ് ഉണ്ടാവും ഓരോരുത്തരുടെ പേർക്കും. അതായത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്ലൗസ്, കാര്യങ്ങൾ, തുണി തുടയ്ക്കാനുള്ള ഒരു ക്ലോത്ത്, അങ്ങനെ എന്തൊക്കെയോ സാധനം, ചെറിയൊരു ട്യൂബ് എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ കുട്ടിക്ക് ഫസ്റ്റ് ചെയ്തു, അപ്പുറത്ത് കിടക്കുന്ന പെൺകുട്ടിക്ക് ഫസ്റ്റ് ചെയ്തു. ഇടുപ്പ് കുറച്ചൊന്ന് പൊന്തിക്കാൻ പറയും ഇങ്ങനെ കിടക്കണേൽ, പക്ഷെ അത് ഭയങ്കര പെയിന് വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ അടുത്തത് ഞാനാണല്ലോ, അടുത്ത തന്നെയാണല്ലോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദൈവമേ ഒരു വേദന കഴിഞ്ഞുള്ളൂ, വീണ്ടും ഇന്നൊരു വേദനയോടെ ഞാൻ മനസ്സിൽ ഭയങ്കര ടെൻഷനായി, പേടിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു സിസ്റ്റർ. ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഇതിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരില്ലേ, എന്നിട്ട് കാലിങ്ങനെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കൈ ഇങ്ങനെ ഉള്ളിലേക്ക് അവർ എന്തൊക്കെയോ സാധനമായിട്ട് തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പം ഞാനിങ്ങനെ ഇടുപ്പ് ഇങ്ങനെ താഴ്ത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായി കാണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവിടെ ബുദ്ധിമുട്ട് വരും. കാരണം ബ്ലഡ് ഉള്ളിൽ ഫുൾ ക്ലീൻ ചെയ്യണം അത്ര, യൂട്രസിൻ്റെ ഉള്ളിലും ഭാഗത്തൊക്കെ. അവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ബ്ലഡോ അല്ലെ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ പ്ലാസിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല, നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കൈയിട്ട് അവർ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സിറ്റുവേഷൻ. പിന്നെ അവർ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ആ ക്ലോത്ത് ഇങ്ങനെ കാണിച്ചു തരും. ഒന്നുമില്ലാട്ടോ നോക്കിയപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആണെന്നുകൊണ്ട് കാണിച്ചു തരും. പിന്നെ അതേപോലെ കിടക്കാൻ പറഞ്ഞിട്ട് ചെറിയൊരു ട്യൂബ് പോലെ ഒരു സാധനം ഉണ്ടാവും. അത് വെച്ച് നമ്മുടെ യൂറിൻ പോകുന്ന ആ ഒരു ഹോളിൽ അവിടെ ചെറുതായിട്ട് അതിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ യൂറിൻ ഒന്ന് പുറത്തേക്ക് കളയും. അത് ചെറിയൊരു, അത് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവും, പക്ഷെ വേദന അങ്ങനെ ഒന്നുമില്ല. പിന്നെ അടുത്ത ചടങ്ങ് പാല് കൊടുക്കൽ ചടങ്ങാണ്. കുട്ടീനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് പീഡിയാട്രീഷ്യൻ വരും. വന്നിട്ട് ആള് നമ്മുടെ ബേബിയുടെ കാര്യങ്ങൾ പറയും. എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കിടത്തിയിട്ട് ഫീഡ് ചെയ്യാൻ പറഞ്ഞു, പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് സിസ്റ്റർ അവർ നോക്കും. ഇവര് വായു കൊണ്ട് സക്ക് ചെയ്ത് കുടിക്കുന്നുണ്ടോ നോക്കും. പാലധികം വന്ന് തുടങ്ങിയിട്ടില്ല, അത് വന്നോളും എന്നാണ് പറഞ്ഞത് ആദ്യം. അപ്പോൾ അല്ല, ആ സമയത്ത് തന്നെ ഇവൻ കൈയും കാലും കടിച്ച് അവൻ്റെ കൈ കൊണ്ട് എൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ, ലെഫ്റ്റ് കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തിയിരിക്കുകയല്ലേ അവരിങ്ങനെ നീഡിൽ. ഇത് തട്ടി 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 എൻ്റെ കൈ വലിച്ചിട്ട് ആ സാധനം വലിച്ച് അതിങ്ങനെ ഒഴിച്ച് ഇതിങ്ങനെ പൊട്ടി വന്നു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ കിടക്കാൻ നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ താഴേക്ക് ബ്ലഡ്, എൻ്റെ ഈ നീഡിൽ ഊരിപ്പോയിരിക്കുകയല്ലേ, ഫുള്ള് ബ്ലഡ് ബെഡിൽ സൈഡിലും കയ്യിലൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്ററെ ഞാൻ വേഗം വിളിച്ചത്, സിസ്റ്റർ ഓടി വന്നിട്ട് എന്താ അത് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അത് ഇങ്ങനെ ശരിയാക്കി ബേബിനെ അവർ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവരതിൽ കൊടുത്തു, പെൻസിനിൽ കൊടുത്തു. എന്നെ അവർ കുറേ നേരം അവിടെ കിടത്തിയിട്ടാണ് പിന്നെ വിട്ടത് കേട്ടോ. 10-10:30 ആകുമ്പോഴാണ് ഞാൻ വിളിക്ക് തന്നെ വന്നത്. അത്ര 6:52 അങ്ങനെ എന്താ എൻ്റെ ഡെലിവറി നടന്നത്, ഇവൻ ജനിച്ച ടൈം. പക്ഷേ ഞാൻ വിളിക്ക് പോയത് 10 മണി കഴിഞ്ഞിട്ടാണ്. 10-10:30 ആകുമ്പോൾ ഞാൻ വിളിക്കാണത്. ലേബർ റൂമും സിസ്റ്റേഴ്സൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഡോക്ടറും കുഴപ്പമില്ല. അല്ലാതെ അവിടെ ജനറൽ വാർഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര, ബാത്റൂംസ് ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര മോശമാണ്. പക്ഷെ നല്ല പൈസ അത്യാവശ്യം ഒരു വാങ്ങുന്നുണ്ട് ഡെലിവറിക്ക്, പക്ഷെ കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടും വൃത്തിയല്ല കേട്ടോ മറ്റേതിൽ. പിന്നെ റൂമിലേക്ക് മാറ്റിയാൽ പിന്നെ കുഴപ്പമില്ല, റൂം പിന്നെയും കുഴപ്പമില്ല, നോർമൽ. പക്ഷെ ജനറൽ വാർഡിൻ്റെ ഒക്കെ അവിടെയൊക്കെ അവസ്ഥയും ബാത്റൂംസ് ഒക്കെ ഭയങ്കര മോശമാണ്. ഓരോ ജേർണിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എനിക്കുണ്ടായ പെയിനാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലും കൂടുതലാകും, ചിലപ്പോൾ അതിലും കുറവായിരിക്കും. ചില ആൾക്കാർക്കൊക്കെ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ വീഡിയോ കാണുന്നുണ്ടാവുക. നോർമൽ ആയാലും ശരി, ഓപ്പറേഷൻ ആയാലും ശരി, ആ ഒരു സിറ്റുവേഷനെ അത് ബേസ് ചെയ്തിരിക്കും. കാരണം എല്ലാവർക്കും നോർമൽ ഡെലിവറി ആവണമെന്നില്ല, എല്ലാവർക്കും ഓപ്പറേഷൻ ആവണമെന്നില്ല, അതൊക്കെ ഡിപ്പെൻസ്. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കുട്ടീനെ കിട്ടിയാൽ മതി എന്ന് മാത്രം ആ സമയത്ത് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറി കേട്ടോ. ഇതിൽ ഞാൻ റോ ആയിട്ട് ഉള്ള പോലെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോയത് കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഡെലിവറി ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയാലും ശരി, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, എന്ത് സ്റ്റോറീസാണ് എന്താണെങ്കിലും എനിക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പറഞ്ഞിട്ട് പോണേ. എനിക്കത് ആ സ്റ്റോറി വായിക്കാനൊരു ആഗ്രഹം കൊണ്ടാണ്. ഓരോരുത്തരുടെ സ്റ്റോറിയും ഡിഫറെൻ്റ് അല്ലേ, ഓരോരുത്തരുടെ പെയിനും ഡിഫറെൻ്റ് അല്ലേ, അതുകൊണ്ടാണ്. സോ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതേപോലെ കൂടെ തന്നെ ഈ ജേർണിയിൽ കൂടെ തന്നെ വരിക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബൈ ബൈ.